എൻ്റെ പേര് തങ്കയനാടാരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്ലാത്താങ്കര ചീരപ്പാടത്താണ്. ഇത് ഏകദേശം 1 ഏക്കറോളം കൃഷി ചെയ്തിരിക്കുകയാണ്. ബ്ലാത്താങ്കര ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ചീരകളേക്കാൾ വളരെ വളരെ റെഡ് കളറാണ്. നല്ല കളറും പെട്ടെന്ന് വിറ്റും പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ കാലം നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്. ഓരോ ആഴ്ചയും നമ്മൾ മുറിച്ചെടുക്കും തോറും വീണ്ടും 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 മുറിക്കാൻ നമുക്ക് ആദായം കിട്ടുന്നുണ്ട്. ഇത് പൂവാകാൻ തന്നെ ഏകദേശം 6-7 മാസം വരെ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വിളവുണ്ടാകുന്നത്. അതുപോലെ തന്നെ ആരായാലും ശരി, ഈ പാടത്തിന്റെ കരയിൽ കൂടെ പോകുന്ന ആരായാലും ശരി, ഈ ചീരയുടെ ആകർഷണ ശക്തി കൊണ്ട് ആരായാലും വന്ന് ഒരു പിടി ചീര വാങ്ങാതെ പോകുന്നില്ല. ബ്ലാത്താങ്കര ചീരയുടെ മറ്റൊരു പ്രത്യേകത ഇലപ്പുള്ളി രോഗം പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. മറ്റ് ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം വന്നാൽ അതിനെ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടതാണ്. ഈ ചീരയാണെങ്കിൽ നമ്മൾ ഒരാഴ്ചയോളം അതിന്റെ വിളവെടുക്കാതെ ഇട്ടിരുന്നാൽ പിറ്റേ ആഴ്ചത്തേക്ക് ഈ ഇലപ്പുള്ളി രോഗം വന്ന ഇല നശിക്കുകയും മറ്റ് നല്ല പുതിയ തിളിര് കിട്ടുകയും നമുക്ക് വീണ്ടും വിളവ് തുടർച്ചയായിട്ട് ലഭിക്കുന്നു. ഞാൻ സ്ഥിരമായിട്ട് കീര കൃഷിയും പയർ കൃഷിയും മറ്റു കൃഷികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അരുൺ ചീരയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ചീര വിളവെടുത്ത് ദിവ്യങ്ങളങ്ങര മാർക്കറ്റിൽ കൊണ്ടുപോയപ്പോൾ വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ ഒരു പ്രത്യേക വെറൈറ്റി കളർ ചീര കാണുകയും അതിനെ അയാൾ ചൂടോട് വേണം പിഴുതുകൊണ്ടുവന്നത്. അതിൽ ഒരു മൂട് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ആ മൂടിനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ നട്ട് അതിൽ നിന്ന് വിത്ത് ഉൽപ്പാദിപ്പിച്ച് അടുത്ത് വീണ്ടും പാടത്തിൽ കൊണ്ടുവന്നപ്പോൾ അതൊരു പ്രത്യേകതരം കളറും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ വിത്തിന് വരെ നല്ല ഡിമാൻഡായി. അതുപോലെ തന്നെ ചീരയും മറ്റ് അരുൺ ചീരയേക്കാൾ 10 ഇരട്ടി വിളവും കൂടുതൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ചീര തന്നെ സ്ഥിരമായിട്ട് ഇപ്പൊ ചെയ്തു വരികയാണ്. ഞാൻ വീട്ടിൽ നിന്ന് വിത്തെടുത്ത് ബ്ലാത്താങ്കര കൊണ്ടുവന്ന് ഈ ചീര കൃഷി ചെയ്യുകയും മറ്റ് കർഷകർക്ക് ഇത് കണ്ട് അവർക്ക് ഒരു പ്രത്യേകത തോന്നി അവരും ഈ വിത്തിന് ആവശ്യപ്പെട്ടു. അവർക്കും കുറേശ്ശെ വിത്ത് കൊടുത്തു, അവരും കൃഷി ചെയ്തു. ഇപ്പൊ പിന്നെ നമ്മുടെ ചെങ്കൽ പഞ്ചായത്ത് മൊത്തം ചെയ്ത് അടുത്ത് നമ്മുടെ കേരളമായി ഇപ്പൊ ഇന്ത്യയിൽ എല്ലായിടവും മൊത്തം കൊറിയറിൽ വിത്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലാത്താങ്കര ചീരയുടെ പ്രത്യേകത തന്നെ അതിന്റെ കളർ ആണ് ഏറ്റവും മെയിൻ കാര്യം. പിന്നെ ഇതിന്റെ ഗുണമേന്മ, പിന്നെ കച്ചവടത്തിന് നമുക്ക് വിറ്റ് പോകാൻ ഏറ്റവും സാധ്യതയുള്ള ചീരയാണിത്. ഈ ചീര ചന്തയിൽ പോയാൽ പിന്നെ ഈ ചീര വിറ്റ് മാറിയല്ലാതെ മറ്റുള്ളവർക്ക് ചീര വിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഗുണമേന്മയാണ് പ്രധാന കാര്യം. ഏറ്റവും മെച്ചം ഇതിന്റെ കളർ, റെഡ് കളറും ആകർഷണ ശക്തി. ഇപ്പം ഇത് കൂട്ടാൻ വെച്ചാൽ നല്ല രുചിയും, നമ്മൾ കീര തോരൻ വെച്ച് ചോറിൽ വെച്ച് കുഴച്ച് കഴിച്ചാൽ ആ ചോറ് വരെ നല്ല ചോപ്പായിരിക്കും. കൊച്ചു കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര ഒരു പ്രത്യേക രുചിയായിട്ട് തോന്നി അവരും ഇത് ധാരാളം കഴിച്ചു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം വാങ്ങുന്ന ചീര വാങ്ങുന്ന ആള് പിറ്റേ ദിവസം നമ്മൾ ചീര കൊണ്ടുപോകുന്ന കണ്ട് ആ ചീര വാങ്ങിയിരിക്കുക. ഈ ബ്ലാത്താങ്കര ചീരയെന്ന് പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ ഒരു കൃഷി അങ്കണത്തിൽ നിന്നാണ് ഞാൻ അത് വായിച്ച് മനസ്സിലാക്കിയത്. സാധാരണ ഞാൻ ബ്ലാത്താങ്കര ചീര കൊണ്ട് തോരൻ വയ്ക്കാൻ മാത്രമേ ഉപയോഗിക്കുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കട്ട്ലേറ്റ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, ഡയൻ ഉണ്ടാക്കാം, ഇങ്ങനെ പല ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് ആളുകൾ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് പല മാസികകളിലും ആഴ്ചപ്പതിപ്പുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാത്താങ്കര വിത്തിന് നല്ല ഡിമാൻഡാണ്. എത്ര വിത്തുണ്ടെങ്കിലും വിറ്റ് പോകുന്നുണ്ട്. 1 കിലോ വിത്തിന് 3500 രൂപയാണ് വിത്ത്. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ കൂടെ കൃഷി ചെയ്യുന്ന മറ്റു കൂടെയുള്ള കർഷകരുടെ വിത്തുകളെ ശേഖരിച്ച് കൊറിയറിലൊക്കെ അയച്ചു കൊടുക്കുകയാണ്. ഏകദേശം പേരും സ്ഥലത്ത് ബ്ലാത്താങ്കര വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നവരുണ്ട്. ഇല്ലെങ്കിൽ 25 ഗ്രാം വിത്ത് 90 രൂപ വിലയ്ക്ക് കൊറിയറിൽ അയച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഈ വയലിലാണ് കൂടുതൽ ചെയ്യുന്നത്. എന്നാൽ കരയിലും ചെയ്യാൻ ഭാരം കോരി നല്ലവണ്ണം കിളച്ച് ഡോളോമിക്സും ചേർത്ത് 15 ദിവസം വരെ ഡോളോമിക്സും ഇട്ട് 15 ദിവസം വരെ ഇട്ടേക്കും. അതിനുശേഷം കോഴിവളത്തിലോ മണലിലോ വിത്ത് കുഴച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് അങ്ങനെയാണ് വാരി നിരത്തുന്നത്. കാരണം കോഴിവളത്തിലോ മണലിലോ വാരി വിതറുന്നെന്ന് പറഞ്ഞാൽ മൂടകന്ന് നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിതറുന്നത്. വിതച്ചു കഴിഞ്ഞാൽ മഴയില്ലെങ്കിൽ ഒരു ദിവസം 2 പ്രാവശ്യം വെച്ച് നനവ് കൊടുക്കും. 5-ാമത്തെ ദിവസം എല്ലാ വിത്തും മുളച്ചിരിക്കും. 5-ാമത്തെ ദിവസം എല്ലാം മുളയായി എല്ലാം തയ്യായതിനു ശേഷം കോഴിവളത്തിൽ ശകലം ഫാറ്റംബോസ് എന്തെങ്കിലും മിക്സ് ചെയ്ത് വാരി വിതറും. ആദ്യത്തെ വളപ്രയോഗം അങ്ങനെയാണ്. 10-ാമത്തെ ദിവസം 2-ാമത്തെ വളപ്രയോഗവും ചെയ്യാം. പക്ഷെ നമ്മൾ കള പറിച്ചിട്ടേ വളപ്രയോഗം ചെയ്യാതെ, അല്ലെങ്കിൽ കീരയോട് ഒപ്പം കളയും കൂടെ വളർന്നിരിക്കും. പിന്നെ കീര ക്ഷയിച്ചു പോകും. അതുകൊണ്ട് 2-ാമത്തെ പ്രാവശ്യം വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് കളം നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഞാൻ 30-ാമത്തെ ദിവസം 28 അല്ലെങ്കിൽ 30-ാമത്തെ ദിവസം വിളവെടുക്കാം. ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ആദായം തരുന്നതാണ് ചീര കൃഷി.
ഈ കാണുന്നത് വിളവെടുപ്പ് സമയത്ത് നമ്മൾ വിളവെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യവും പുഷ്ടിയുള്ള തൈ നോക്കി വിത്തിലേക്ക് വേണ്ടി വിട്ടൊക്കെയാണ്. ഇത് ഇനി ഏകദേശം 5 അടി ഹൈറ്റ് വരെ പൊക്കം കിട്ടും. ഈ ചീരയ്ക്ക് വിത്ത് കിട്ടാൻ തന്നെ ഒരു 6-7 മാസമാവും. കാരണം ഇത് വിത്താവാൻ താമസിക്കുന്നു. ഈ പ്ലാത്താങ്കര ചീരയുടെ പ്രത്യേകത തന്നെ വിത്താവാൻ താമസിക്കുന്നതാണ് ഇതിന്റെ വിളവ് കൂടുതൽ കിട്ടാൻ കാരണം. ഈ കാണുന്ന ചീര ഇതുവരെ പൂവായില്ല. എങ്ങനെയായാലും ഇനി ഒരു 2 മാസം കഴിഞ്ഞാലേ ഇത് പിന്നെ പൂവാകത്തുള്ളൂ. അത് കഴിഞ്ഞ് പൂവായി എല്ലാം ആയതിനു ശേഷം അതിന്റെ പിന്നെ ആ ഒരു പൂവെടുത്ത് ഞെരടി നോക്കുമ്പോൾ വിത്ത് കറുത്ത് കിട്ടും. അപ്പോഴാണ് വിത്ത് പാകമാവുന്നത്. അതിനെ പിന്നെ കട്ട് ചെയ്ത് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കി അടിച്ച് അതിന്റെ തൂളുകളെല്ലാം മാറ്റിയിട്ടാണ് വിത്ത് നമ്മൾ ശേഖരിക്കുന്നത്. പ്ലാത്താങ്കര ഇന്ന് അറിയപ്പെടുന്നത് തന്നെ പ്ലാത്താങ്കര ചീര എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ്. ഈ ചീര കൊണ്ട് നമുക്ക് കൃഷി ചെയ്തിരിക്കുന്ന എനിക്കും വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. മറ്റു കർഷകർക്കും ഈ കൃഷി ചെയ്യുന്ന മറ്റു കർഷകർക്കും വളരെ വളരെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് സാമ്പത്തികമായിട്ട് എനിക്ക് ഉയർച്ച ഉണ്ടായത് ഈ പ്ലാത്താങ്കര ചീര ചെയ്തതിന് ശേഷമാണ്. ഞാനിപ്പോൾ ഇത് ഏകദേശം 1 ഏക്കറോളം കൃഷി ചെയ്തിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ചീര കൃഷിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കാരണം എനിക്ക് അത് വരുമാനം തരുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ വിത്തിലേക്ക് വേണ്ടി വിട്ടൊക്കെയാണ്. ഒരു 2 ഡിസംബർ മാസത്തെ വിത്ത് പാകമായി കിട്ടും. അപ്പോഴേ കൊറിയർ പിന്നെ പലരും ആവശ്യപ്പെടുന്നവർക്ക് ഇപ്പോഴേ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം ഡിസംബർ മുതൽ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു വെച്ചേക്കുകയാണ്.